പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ എന്നെ നന്ദിയെ അറിയിക്കുന്നു. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനം 23 ചില വാക്യങ്ങളാണ്. അത് സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ രചിക്കപ്പെട്ടതായ സങ്കീർത്തനമാകുന്നല്ലോ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ സങ്കീർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനം എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ നിയോഗത്താൽ എഴുതപ്പെട്ടതായ വചനങ്ങളാണ്. അത് വചനങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ വാക്കുകൾക്ക് ഒക്കെ എത്രമാത്രം പവർ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം. അപ്രകാരമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ വചനങ്ങൾക്ക്, ദൈവത്തിൻ്റെ ആ തിരുവായ് മൊഴിക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ആ മനസ്സിലാക്കിയതിന് ശേഷം അതും പ്രകാരം നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ വചനം കേൾക്കുക എന്ന് മാത്രമല്ല, വചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇത് ആരാൽ വന്നതാണ്? ഇത് എവിടെ നിന്ന് വന്നതാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവം, ലോകത്തുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, താങ്ക് യു ലോർഡ്, നമ്മെ സൃഷ്ടിച്ചതായ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ആ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. താങ്ക് യു ലോർഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ സങ്കീർത്തനം 23 നിന്നാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു ലോർഡ്. അവിടെ 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന് ദാവീദ് പറഞ്ഞിരിക്കുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ദാവീദ് ഒരു ഇടയനായിരുന്നു. ദാവീദ് ഒരു ഇടയനായിരുന്ന സമയത്ത് അപ്രകാരം തന്നെ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, അല്ലെങ്കിൽ എന്നെ പോലെ എൻ്റെ ദൈവവും എനിക്ക് ഇടയനാകുന്നു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ദാവീദ് അങ്ങനെ പറയുവാനായിട്ട് കാര്യം? എന്തുകൊണ്ടാണ് അത്ര ബോൾഡായിട്ട് യഹോവ എൻ്റെ ദൈവം എന്ന് പറയുവാനായിട്ട് ദാവീദിന് സാധിക്കുന്നത്? താങ്ക് യു ലോർഡ്. അതിനപ്പുറത്തായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ബൈബിളില് അത് ഫസ്റ്റ് സാമുവേൽ അതിന്റെ 13-14 പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പോർഷനിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. താങ്ക് യു ലോർഡ്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. താങ്ക് യു ലോർഡ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന്റെ ദൈവം ദാവീദിനെ കുറിച്ച് ഒരു ടെസ്റ്റ് മണി പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഞാനും അല്ലെങ്കിൽ ദാവീദും ഒരുപോലെ ചിന്തിക്കുന്ന ഒരു ചിന്ത എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും. ദൈവം ചിന്തിക്കുന്ന പോലെ ദാവീദും ചിന്തിക്കുന്നു. എന്താണ് അതിനകത്തെ കാര്യം? താങ്ക് യു ലോർഡ്. അത് ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. ഇവിടെ എന്താണ് ദാവീദ് പറയുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു. അതിനെക്കുറിച്ച് ദാവീദിന്റെ 1-2 ടെസ്റ്റ് മണി, അല്ലെങ്കിൽ ദാവീദിന്റെ അനുഭവത്തിലുണ്ടായ 1-2 കാര്യങ്ങളെക്കുറിച്ച് ഈ അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് ദാവീദ് ഇത്ര ബോൾഡായിട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാനായിട്ട് കാര്യം? താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും പറയുന്നവരാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യഹോവ എൻ്റെ ഇടയന. ഈ 2 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു ദാവീദ് ആടിനെ മേയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സിംഹം തന്റെ നേരെ, അല്ലെങ്കിൽ തന്റെ ആടിനെ അപഹരിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു, അല്ലെങ്കിൽ ആടിനെ പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ സിംഹത്തിന്റെ പിന്നാലെ ചെന്ന് ആടിനെ തന്റെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിക്കുന്നതായ ഒരു ദാവീദ്. താങ്ക് യു ലോർഡ്. സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ രക്ഷിക്കുന്ന ഒരു ദാവീദ്. അപ്രകാരം തന്നെ കരടിയുടെ വായിൽ നിന്ന് തന്റെ ആടിനെ രക്ഷിക്കുന്നതായ ഒരു ദാവീദ്. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുക, ഒരു സാധാരണ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കരടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മനുഷ്യനെ അറ്റാക്ക് ചെയ്യും,
മനുഷ്യന്റെ ജീവനെ അത് എടുത്തു കളയാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ സ്വന്തം ജീവനെ വകവയ്ക്കാതെ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ വേണ്ടി വില്ലിങ് ആയ ഒരു ദാവീദിനെയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൂടുതലായിട്ട് പറയുവാനായിട്ട് അതിന് നമുക്ക് സമയം കുറവാണല്ലോ. താങ്ക് യു ലോ. അപ്രകാരം സ്വന്തം ജീവനെ വകവയ്ക്കാതെ സ്വന്തം ജീവനെ തന്റെ ആടുകൾക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടി വില്ലിങ് ആയ ഒരു ദാവീദിനെയും അതുപോലെ തന്നെ താങ്ക് യു ലോ നമുക്ക് ഇപ്പുറത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ യേശു അല്ലെങ്കിൽ ദൈവം പറയുന്നു, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതായത് ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും ഒരേ രീതിയിൽ ഞങ്ങളുടെ ജീവിത ശൈലി എന്ന് പറയാം. താങ്ക് യു ലോർഡ്. അങ്ങനെയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ ഹൃദയപ്രകാരം, അതായത് ഞാനും അവനും ചിന്തിക്കുന്നത് ഒരേ രീതിയിൽ തന്നെ എന്ന് ദൈവം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ താങ്ക് യു ലോർഡ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പുറത്ത് നമുക്കൊന്ന് കാണാം, ദാവീദ് തന്റെ ജീവനെ കൊടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ തന്റെ ജീവനെ ഉപേക്ഷിച്ചിട്ട് പോലും അല്ലെങ്കിൽ സിംഹത്തിന്റെ വായിലിരിക്കുന്ന ആടിനെ വിടുവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കരടിയുടെ വായിലിരിക്കുന്ന തന്റെ ആടിനെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ദാവീദും താങ്ക് യു ഇപ്പുറത്ത് സ്വന്തം ജീവനെ ബലി കൊടുത്ത് മാനവജാതിയെ രക്ഷിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ആ സങ്കീർത്തനത്തിന്റെ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, അതിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊക്കെ ഈ സങ്കീർത്തന ഭാഗം വായിക്കുന്ന വ്യക്തികളായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കൂരിരുളിന്റെ താഴ്വരയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. താങ്ക് യു ലോർഡ്. കൂരിരുളിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്താണ് കൂരിരുളിന്റെ അനുഭവം? നമുക്ക് മാനുഷികമായ രീതിയിൽ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. കൂരിരുളെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുമ്പിൽ കിടക്കുന്നതായ യാതൊന്നിനെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. താങ്ക് യു ലോ. അല്ലെങ്കിൽ പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്ത് നടക്കും, എന്റെ ഭാവി എന്താകും, എന്റെ ഭാവിയെ കുറിച്ച് എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ല, ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതായ അപ്രകാരമുള്ളതായ ഒരു കൂരിരുളിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലേ, താങ്ക് യു ലോ. ഇവിടെ ദാവീദ് പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ആദ്യമേ പറഞ്ഞിരിക്കുന്നു, യഹോവ എന്റെ ഇടയനാണ്. കൂരിരുളിന്റെ താഴ്വര എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ദാവീദ് മേയ്ക്കുന്ന ഈ ആടിനെ കുറിച്ച് ആടിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ദാവീദിന് ഒന്ന് പറയുവാനായിട്ട് സാധിക്കും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സിംഹത്തിന്റെ വായിൽ അകപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ കരടിയുടെ വായിൽ അകപ്പെട്ടപ്പോൾ എന്റെ ഇടയനായ എന്റെ ദാവീദ് താങ്ക് യു ലോ എനിക്ക് വേണ്ടി തന്റെ ജീവനെ വകവയ്ക്കാതെ എന്നെ വിടുവിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ചതായ ഒരു ദാവീദിനെയാണ് ഈ ആടിന് പറയുവാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ദാവീദ് പറയുകയാണ്, അപ്രകാരം തന്നെയാണ് എന്റെ ദൈവം. ഏതു പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലും ആയിരുന്നാലും അവിടെയെല്ലാം ഇറങ്ങി വന്ന് ശക്തനായ ഒരു ദൈവം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നല്ല ഇടയനായ ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്നതായ ആ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, താങ്ക് യു യഹോവ എന്റെ ഇടയൻ. കൂരിരുളിന്റെ താഴ്വര മുന്നോട്ട് നോക്കിയാൽ ഒന്നും കാണുന്നില്ല, പ്രതികൂലം മാത്രം, അന്ധത മാത്രം, പ്രതിസന്ധി മാത്രം, ഭാവിയെ കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. താങ്ക് യു ലോ. മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ യാതൊന്നും മുൻപിൽ കാണുന്നില്ല, കൂരിരുളിന്റെ താഴ്വര. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
യഹോവ ഇന്ന് നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നീ എന്നോട് കൂടി, ആര്? യഹോവ എന്നോട് കൂടി ഉണ്ട്. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും എന്നെ നടത്തുവാനായിട്ട് സർവശക്തനായ ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന്, നല്ല ഇടയനായി എന്നോട് കൂടെ ഉണ്ടെന്ന് ഇവിടെ ദാവീദ് ആമേൻ ഹല്ലേലൂയ വളരെ ഉറപ്പോടുകൂടെ പറയുകയാണ്. ഈ വചനം വായിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മനസ്സിലാക്കുക, യഹോവ എന്റെ ഇടയനെന്ന് നീ പറയുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ പ്രശ്നമല്ല വലുത്. നീ ഏത് കുരുടിന്റെ താഴ്വരയിൽ കൂടെ കടന്നാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു ആടിനെ സംബന്ധിച്ചിടത്തോളം സിംഹത്തിന്റെ വായിൽ ഇരുന്നാലും അതിന്റെ വായിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനായിട്ട് ആമേൻ ഹല്ലേലൂയ ഈ ദാവീദ് ഇറങ്ങി വന്നതുപോലെ ആമേൻ എന്റെ ദൈവത്തിന്റെ പൈതലേ ഹല്ലേലൂയ, മനസ്സിലാക്കുക, നിന്നെ വിടുവിക്കുവാൻ ഈ വചനത്തിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ പോഷം വായിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, മനസ്സിലാക്കുക, നിങ്ങൾ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിന്റെ മുഖത്തും ഹല്ലേലൂയ വിശ്വസിക്കുക. ആമേൻ. ഞാൻ വീണ്ടും ആദ്യമേ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ വാക്കുകൾക്ക് എത്രമാത്രം പവർ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനപ്പുറത്തായിട്ട് ഹല്ലേലൂയ താങ്ക് യു ലോർഡ്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനമാണിത്. ഈ വചനത്തിന് ഹല്ലേലൂയ ആമേൻ, ഈ വചനം എന്ന് പറയുമ്പോൾ തിരുവായ്മൊഴികളാണിത്, രാജകൽപ്പനയാണിത്. ഹല്ലേലൂയ ആമേൻ. ഇത് വിശ്വസിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വം നമ്മൾ കാണുക തന്നെ ചെയ്യും. ഈ വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഏത് പ്രതിസന്ധികളിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് മുഖാമുഖമായി കണ്ട് ആമേൻ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ ദാവീദിനെ പോലെ നമ്മൾക്കും പറയാം. ഹല്ലേലൂയ, യഹോവ എന്റെ ഇടയനാണ്, എനിക്ക് വേണ്ടി ഏത് പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ദൈവമാണെന്ന് നമുക്ക് ധൈര്യത്തോടു കൂടെ പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾ ഏറ്റെടുക്കുക, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വസിക്കുക. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ.